ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജീവിതത്തിൽ നമ്മൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമുക്കെതിരായിട്ട് പല ആളുകളും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഈ എതിരാളികൾ അല്ലെങ്കിൽ ശത്രുക്കൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് വിപരീതമായിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ എങ്ങനെ ഇവരെ ഒരു എതിരാളിയെ എങ്ങനെ പരാജയപ്പെടുത്താം അല്ലെ എങ്ങനെ എതിരാളി ഇല്ലാതാക്കാം, പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയമാണ്. പല ആളുകളുടെ ജീവിതത്തിലും ഒരു എതിരാളി മതി അവന്റെ സകലമാന പരാജയത്തിനും കാരണം എന്നുള്ളത്. ഈ വീഡിയോയിൽ പറയുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ എതിരാളിയെ മലർത്തിയടിക്കാം. ചാണക്യതന്ത്രം പറയുന്ന ചാണക്യന്റെ തന്ത്രം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും ഇന്നത്തെ ലോകത്ത് ചാണക്യൻ എന്ന ഭാരതീയ ആചാര്യന്റെ ഉപദേശങ്ങളും ആശയങ്ങളും വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയമായാലും സാമ്പത്തികമായാലും വ്യക്തി ജീവിതമായാലും ഭരണതന്ത്രമായാലും ഏതൊരാൾക്കും ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഉപകരിക്കുന്ന തന്ത്രങ്ങളും നിയമങ്ങളുമാണ് ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ചാണക്യതന്ത്രവും അർത്ഥശാസ്ത്രവും. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ പുസ്തകങ്ങൾ അനേകം ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, സമകാലിക ജീവിതത്തിൽ എപ്പോഴും ചാണക്യന്റെ ഉൾക്കാഴ്ചകൾ പ്രസക്തമാണെന്ന് അനേകായിരം ആളുകൾ ശരിവെക്കുന്നു. രാഷ്ട്രീയമാകട്ടെ, ബിസിനസ് ആകട്ടെ, സാമ്പത്തികമായ പല മറ്റെന്ത് കാര്യങ്ങളും ചാണക്യന്റെ അറിവുകൾ ഇന്നും പ്രസക്തമാക്കിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കുന്നതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശം ചാണക്യനീതി വാഗ്ദാനം ചെയ്യുന്നു. അതിന്റെ തത്വങ്ങൾ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് വഞ്ചനയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും വിജയം കൈവരിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ചാണക്യന്റെ ഉപദേശങ്ങൾക്ക് വഴികാട്ടിയാണ് എന്നുള്ളതാണ്. എതിരാളികൾ അഥവാ ശത്രുക്കൾ വിജയത്തിന്റെ ഒരു പൊതു ഘടകമാണെന്ന് ചാണക്യൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും ദൃഢനിശ്ചയമുള്ളവരെയും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെയും എതിരാളികൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഏതൊരു രംഗത്തെയും ശത്രുക്കളെ മറികടക്കാൻ ആചാര്യ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ചില തന്ത്രങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ 5 തന്ത്രങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് എതിരാളിയെ പരാജയപ്പെടുത്താം. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ ഏതുമായിക്കോട്ടെ, നിങ്ങൾക്കൊരു എതിരാളി ഉണ്ടെങ്കിൽ അവരെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. നമ്പർ 1, എതിരാളികളെ ചെറുതായി കാണരുത്. എതിരാളി തന്നേക്കാൾ ദുർബലനാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എതിരാളിയെ വില കുറച്ച് കാണുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ആ അഹങ്കാരം എതിരാളിക്ക് നേട്ടമായി മാറും. ഇത് അപ്രതീക്ഷിത അവസ്ഥകളിലേക്ക് കാര്യങ്ങളെ നയിച്ചേക്കാം. 2, ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക. എതിരാളികളുടെ പ്രവർത്തനങ്ങളും നിഷ്ക്രിയത്വവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചാണക്യൻ ഊന്നി പറയുന്നു. ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ അവഗണിക്കുന്നത് ബുദ്ധിശൂന്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എതിരാളി നടത്തുന്ന ഓരോ നീക്കത്തെക്കുറിച്ചും അറിവുള്ളവരായിരിക്കുക. ശത്രുവിനെ കുറിച്ചുള്ള സമഗ്രമായ അറിവ് ഉപയോഗിച്ച് ഫലപ്രദമായ തന്ത്രങ്ങൾ മെനയാനും വിജയം നേടാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയണം. നമ്പർ 3, ശത്രുവിന്റെ ശക്തി വിലയിരുത്തൽ. എതിരാളിയുടെ ശക്തി വിലയിരുത്തേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചാണക്യൻ പറയുന്നു. എതിരാളി ശക്തനാണെങ്കിൽ ഉചിതമായ നിമിഷത്തിനായി കാത്തിരിക്കുന്നതാണ് ഉചിതം. ഈ കാലയളവിൽ സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ സമീപനം എതിരാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ അനുവദിക്കുന്നു. ഇതുവഴി ശരിയായ സമയമെത്തുമ്പോൾ വിജയസാധ്യത വർദ്ധിക്കുന്നു. 4, ഈഗോയിൽ വീഴുന്നത് ഒഴിവാക്കുക. അഹംബോധം ഉള്ള ആളുകൾ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി ആരെയും കാണുന്നില്ല. അഹങ്കാരം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ. അതിനാൽ അഹങ്കാരം ഉള്ളിൽ നിന്ന് പറിച്ചു മാറ്റുക. 5, എതിരാളികൾക്ക് ചേർന്ന തന്ത്രം മെനയുക. എതിരാളിയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി അവർക്കെതിരെ വിജയം നേടാൻ ഒരു തന്ത്രം മെനയുക. എതിരാളിയെ ഫലപ്രദമായി മറികടക്കാൻ ആദ്യം അവരെക്കുറിച്ച് സമഗ്രമായ അറിവ് നേടണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. എതിരാളി കൂടുതൽ ശക്തനാണെങ്കിൽ വിജയം നേടുന്നതിന് നിങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. നേരെമറിച്ച് എതിരാളി ദുർബലനും വഞ്ചകനുമാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശുപാർശ ചെയ്യുന്നു.
തുല്യശക്തിയുള്ള ഒരു എതിരാളിയെ നേരിടുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒഴിവാക്കുന്ന തന്ത്രപരമായ കെണിയിൽ അവരെ കുടുക്കുക എന്നതാണ് നിർണായകം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ മനസ്സിലാക്കുക, ബോധത്തോടെ പെരുമാറുക. നമ്മൾ ഒരു ദേഷ്യം വരുമ്പോൾ വാക്കുകൾ കൊണ്ട് പലതും നമ്മൾ പ്രകടിപ്പിക്കും. നമ്മൾ നിശബ്ദമായി നിന്നുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ എതിരാളി നമുക്ക് മുന്നിൽ മുട്ടുകുത്തും. ജീവിതത്തിൽ എതിരാളികളില്ലാത്ത മനുഷ്യന്മാരില്ല. എങ്കിൽ പോലും നമുക്ക് മുന്നിൽ നിൽക്കുന്ന എതിരാളി നമ്മുടെ പരാജയത്തെ സൃഷ്ടിക്കുന്നു എങ്കിൽ തീർച്ചയായും അതിനെ മാറ്റേണ്ടത് നമ്മുടെ അത്യാവശ്യം തന്നെയാണ്. പല കാര്യങ്ങളും നമുക്ക് അറിവ് തന്നെയാണ്. ഇന്ന് ചാണക്യനീതിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഈ 5 കാര്യങ്ങളെ മുറുകെ പിടിക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നതും നല്ല നല്ല വിജയങ്ങളാണ്. അതിനാൽ എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്